പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് നമസ്കാരം. ഇന്നൊരു പുതിയ സബ്ജക്റ്റുമായിട്ട് നിങ്ങളുടെ ഇടയിലേക്ക് വന്നിരിക്കുന്നു. ഒരു മാസത്തെ ഗ്യാപ്പ് വന്നു, അതിനുശേഷമാണ് നിങ്ങളുടെ ഇടയിലേക്ക് വന്നിരിക്കുന്നത്. ഇന്നത്തെ വിഷയമാണ് തമാശയ്ക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന തേങ്ങൽ. കാരണം നമ്മൾ തമാശ പറയുമ്പോൾ അതിനുള്ളിൽ ചിലരിൽ അടങ്ങിയിരിക്കുന്ന ഒളിഞ്ഞിരിക്കുന്ന ഗദ്ഗതങ്ങൾ, തേങ്ങൽ, കരച്ചിലിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഈ ടോപ്പിക്ക് ഞാൻ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിച്ചത്, കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് എൻ്റെ സീനിയറായിരിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടു. അദ്ദേഹം ബോംബെയിൽ സെറ്റിൽഡാണ്. ഒരു 80-82 വയസ്സ് കാണും. അദ്ദേഹം കൂട്ടുകാരൻ്റെ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ഇവിടെ വന്നതാണ്. ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പം ഞാൻ വിചാരിച്ചു, അയ്യോ, ഇദ്ദേഹം ഒരു മാസം മുമ്പ് എന്നോട് പറഞ്ഞിരുന്നു മോളുടെ അടുത്ത് ആസ്ട്രേലിയ പോകാമെന്ന്. സാധാരണ മോളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ 3 മാസം കഴിഞ്ഞേ വരുള്ളൂ. അപ്പം ഞാൻ ഓടി ചെന്ന് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്ന് വിഷ് ചെയ്തു. ഞാൻ പറഞ്ഞു, അച്ചായോ, എന്താ മോളുടെ അടുത്ത് പോയിട്ട് പെട്ടെന്ന് വന്നത്? അപ്പോൾ എൻ്റെ കൈ പിടിച്ചിട്ടൊന്ന് ഞെക്കി. ഇപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും പ്രശ്നം കാണും. അപ്പം എന്നോട് പറഞ്ഞു, അനിയ എങ്ങനെയുണ്ട്, സുഖമായിരിക്കുന്നു? ഞാൻ പറഞ്ഞു, സുഖമായിരിക്കുന്നു. അച്ഛൻ്റെ വിശേഷം എന്തുവാണ്? എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഒരു മോളുടെ എൻഗേജ്മെൻ്റ് ആയിരുന്നു, അതിന് ഞാൻ വന്നതാണ് ബോംബെയിൽ നിന്ന്. അപ്പം ഞാൻ ചോദിച്ചു, അച്ഛൻ 3 മാസത്തേന് ആസ്ട്രേലിയയിൽ പോയിട്ട് നേരത്തെ വന്നത് എന്തിനാ? അപ്പോൾ അദ്ദേഹം എന്നെ പതുക്കെ വലിച്ചു പറഞ്ഞു, അനുജ, ഞാൻ പോയിരുന്ന 3 മാസത്തേന് തന്നെയാണ്. നിനക്കറിയാലോ, വർഷത്തിൽ 6 മാസം ഞാൻ പുറത്താണ്. 3 മാസം എൻ്റെ മോൻ്റെ കൂടെ US-ലും, 3 മാസം മോളുടെ കൂടെ ആസ്ട്രേലിയയിലും. എൻ്റെ മിസ്സസ് മരിച്ച ശേഷം ഏകദേശം എനിക്ക് തോന്നുന്നു 8 വർഷം മുമ്പാണ് അച്ഛൻ്റെ അമ്മമ്മ മരിച്ചു പോയത്. അതിനുശേഷമാണ് അദ്ദേഹം ഈ 3 മാസം മോൻ്റെ അടുത്തും 3 മാസം മോളുടെ അടുത്തുമൊക്കെ ആയിട്ട് പോയി ടൈം പാസ് ചെയ്യുന്നത്, അതായത് ടൈം പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഏകദേശം റിട്ടയർഡായിട്ട് ബോംബെയിൽ സെറ്റിൽഡാണ്. അവിടെ ഫ്ലാറ്റുണ്ട്. പക്ഷേ ഒരു 8 വർഷം മുമ്പ് അദ്ദേഹത്തിൻ്റെ ശ്രീമതി മരിച്ചുപോയി. മക്കൾ ഒരു ഹോം നേഴ്സിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടുണ്ട്. ക്ലീനിങ്ങിന് ആൾക്കാർ വരുന്നത്. അദ്ദേഹം വളരെ സന്തോഷവാനാണ്, ആരോഗ്യവാനാണ്, പറയത്തക്ക അസുഖങ്ങളൊന്നുമില്ല. അദ്ദേഹം മിസ്സിസ് മരിച്ച ശേഷം മക്കളുടെ അടുത്ത് പോയിട്ട് 6 മാസം കഴിഞ്ഞ് വരും. 6 മാസം ഇന്ത്യയിൽ താമസിക്കും, കൂട്ടുകാരെ കണ്ട് അങ്ങനെ സന്തോഷവാനായിട്ടാണ് പോകുന്നത്. കാരണം അവിടെ അദ്ദേഹത്തിന് റിലേറ്റീവ്സും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ പ്രാവശ്യം മോളുടെ അടുത്ത് പോയിട്ട് 1 മാസം കൊണ്ട് വന്നു. അപ്പോൾ എൻ്റെ കൈ പിടിച്ച് അദ്ദേഹം കൊണ്ടുപോയിട്ട് പറഞ്ഞു, അനുജനറിയാവോ, മടുത്തു. അദ്ദേഹം പറഞ്ഞു, മടുത്തു. നമ്മൾ എന്ത് പറ്റിയാ മടുക്കാൻ? അസുഖങ്ങളൊന്നുമില്ല, പക്ഷെ പ്രായത്തിൻ്റെ പ്രശ്നമുള്ളൂ, വലിയ ആരോഗ്യപരമായിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. അതൊന്നുമല്ല അനുജ. കാരണം 6 മാസം ഇന്ത്യയിലായിരിക്കുമ്പോൾ എനിക്ക് ആഹാരം ഉണ്ടാക്കി തരാൻ ആളുണ്ട്, എൻ്റെ റിലേറ്റീവ്സൊക്കെ ഉണ്ട്. ഈ 6 മാസം ഞാൻ മോൻ്റെ അടുത്ത് പോയിക്കൊണ്ടിരുന്ന 8 വർഷമായിട്ട് അവിടെ 3 മാസം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പം ഞാൻ മോളുടെ അടുത്ത് പോകും. പക്ഷേ ഇപ്പം ഈ പ്രാവശ്യം തൊട്ട് മനസ്സിലൊരു ഭാരം പോലെ. അപ്പോൾ എന്തു വെച്ചാൽ പ്രശ്നം എന്തുവാ? കാരണം അവൾ മോളുടെ അടുത്ത് ചെല്ലുമ്പോൾ മോളുടെ പിള്ളേരെല്ലാം ചെറുതായിരുന്നു. ഇപ്പോൾ അവരൊക്കെ വലുതായി തുടങ്ങി. അപ്പോൾ ചെറുതായിട്ടിപ്പോൾ നമ്മൾ എടുക്കാനും കളിക്കാനും പിടിക്കാനും ഒക്കെ ആയി. ഇപ്പം അവരെല്ലാം മെക്കാനിക്കൽ ലൈഫായി. അവരവരുടെ രീതിയിലായി തുടങ്ങി. മോക്കും മരുമോനും ജോലിയാണ്. നമുക്കൊരു ടൈം പാസ്സില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളും ബോറടിക്കും. മിണ്ടി പറയാനോ ഒന്ന് ഇറങ്ങി നടക്കാനോ ഒന്നും നമുക്ക് പറ്റുന്നില്ല. അപ്പോൾ നമ്മളവിടെ ഒരു അധികപ്പറ്റാണോ എന്നൊരു തോന്നൽ എനിക്ക് വന്നു. അപ്പോൾ ഞാൻ മോളോട് പറഞ്ഞു, മോളെ, എനിക്കിങ്ങനെ കൂട്ടുകാരൻ്റെ മോളുടെ കല്യാണത്തിൻ്റെ എൻഗേജ്മെൻ്റ് ഉണ്ട്, ഞാൻ നാട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. സത്യത്തിൽ അതല്ല. ഇപ്പോൾ മോൻ്റെ ആണെങ്കിലും അത് തന്നെ. പിള്ളേരെല്ലാം വലുതായി. നമ്മളവിടെ ചെല്ലുമ്പം അവർക്ക് സമയമില്ല നമ്മളോട് മിണ്ടി പറയാനും കാര്യങ്ങളൊക്കെ ഓക്കെ. അപ്പം നമ്മളെന്ന് വിചാരിക്കും നമ്മുടെ ടൈം പാസിന് വേണ്ടിയിട്ട് ഇവിടെ വരികയാണ്. ഇതൊക്കെ വെച്ച് നോക്കുമ്പം അദ്ദേഹം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറഞ്ഞു. ആ കാര്യമാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു പൊതു കാര്യമാണ്. നമ്മളിൽ പലരും ഇത് കേൾക്കുമ്പം നമ്മുടെ പലരും മനസ്സിലുള്ളതായ ഒരു പൊതു കാര്യമാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം എന്നോട് പറയുകയാണ്, അനുജ, എൻ്റെ മനസ്സിൽ തോന്നുന്നത് നമ്മൾ ആദ്യം മരിക്കണം. നമ്മൾ മരിച്ച ശേഷമേ നമ്മുടെ ഭാര്യമാർ, അതായത് നമ്മുടെ മിസ്സസ് മരിക്കാവുള്ളൂ. ഞാൻ പറഞ്ഞു, നമ്മുടെ കയ്യിലല്ലോ, ദൈവത്തിൻ്റെ കയ്യിലേ. എങ്കിൽ തന്നെയും നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കണം. കാരണം മിസ്സസ് 8 വർഷം മുമ്പ് മരിച്ചു. ഷീസ്
മൈ പാർട്ട്ണർ. അവരുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ടൈം പാസ്, നമുക്കൊരു ടൈം ടേബിൾ ഉണ്ടായിരുന്നു, ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു. അവർ പോയ ശേഷം നമ്മൾ ഈ പിള്ളേരുടെ കൂടെ ഒരു സർട്ടൻ ടൈം വരെ അഡ്ജസ്റ്റ് ആവുള്ളൂ. നമ്മുടെ റിക്വയർമെൻറ്റ്സ്, നമ്മുടെ തമാശകൾ, നമ്മുടെ മൂമെൻറ്റ്സ് ഒന്നും എപ്പോഴും അത് ലോജിക്ക് ആകണമെന്നില്ല. പക്ഷേ സ്ത്രീകൾ അങ്ങനെയല്ല. നമ്മൾ മരിച്ച ശേഷം അമ്മമാർ നിൽക്കുകയാണെങ്കിൽ മോളുടെ അടുത്താണെങ്കിലും മോൻ്റെ അടുത്താണെങ്കിലും അവർ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് ജീവിച്ചു പൊക്കോളും. അവർക്ക് അതിനുള്ളതായ തന്മയത്വവും ശാന്തതയും ക്ഷമയും ഉണ്ട്. അദ്ദേഹം പറഞ്ഞാണ് എൻ്റെ മനസ്സിൽ കൊണ്ടു. അദ്ദേഹം തമാശ പറഞ്ഞാണെങ്കിലും പ്രിയപ്പെട്ടവരെ, അതിൽ ഒളിഞ്ഞിരിക്കുന്നതായ ഒരു വേദന, ഒരു കരച്ചിൽ. നമ്മൾ ആദ്യം പോകണം, പിന്നെ നമ്മുടെ പാർട്ട്ണർ പോകാവുള്ളൂ, നമ്മുടെ ഭാര്യമാർ പോകാവുള്ളൂ. ഈ ഒരു കാര്യം വളരെ പ്രയാസത്തോടു കൂടിയാണ് ഞാൻ പറയുന്നത്. പക്ഷേ അങ്ങനെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒത്തിരി അച്ചായന്മാരും ചേട്ടന്മാരും അങ്കിളുമാരൊക്കെ ഉണ്ട് ഇവിടെ. പക്ഷേ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുകയുള്ളൂ. ഇത് മരണവും ജനനവുമെല്ലാം ദൈവത്തിൻ്റെ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ പർട്ടിക്കുലർലി പ്രസൻറ്റ് ചെയ്യുന്നത്. മക്കളും കേൾക്കുന്ന അച്ചായന്മാരും അമ്മമാരും ചേട്ടനും ചേച്ചി എല്ലാം കേൾക്കണം. നമുക്ക് ഈശ്വര പ്രാർത്ഥനയോട് കൂടിയിട്ട് ധൈര്യം സംഭരിച്ച് ഈ ലോകത്ത് നമ്മൾ ജീവിക്കേണ്ടതാണ്. നമ്മൾ തന്നിരിക്കുന്ന ജീവിതം സുഖമായിട്ട് പോകാനും നമ്മുടെ അച്ഛനെയും അമ്മയെയും നമ്മുടെ മക്കൾ ചേർത്ത് പിടിച്ച് അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ റിക്വയർമെൻറ്റും കാര്യങ്ങളും നമ്മുടെ പിള്ളേർ തന്നെ, മക്കളുടെ പിള്ളേർ വലുതായി തന്നെയും അവരെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകണം എന്നതാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ ഉത്ബോധിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യണം. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്താലേ അവരും അറിയുള്ളൂ. ഇങ്ങനെ പ്രയാസം അനുഭവിക്കുന്ന ഒത്തിരി അങ്കിളുമാരും ആൻറ്റിമാരും ഒക്കെ ഉണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്ത വീഡിയോയിൽ കൂടിയിട്ട് ഞാൻ പെട്ടെന്ന് നിങ്ങളുടെ ഇടയിലേക്ക് വരാം. നന്ദി, നമസ്കാരം.